ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ അഭിമാനം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കുതിരമാളിക കേരളീയ വാസ്തുശില്പത്തിൻ്റെ അത്ഭുതകരമായ ഒരു ഉദാഹരണമാണ്. സ്വാതി തിരുനാൾ രാമവർമ്മയാണ് ഈ അതിമനോഹരമായ കൊട്ടാരം നിർമ്മിച്ചത്. ഈ കാണുന്ന കൊട്ടാരത്തിൻ്റെ ഈ സൈഡിൻ്റെ മുകളിലത്തെ നിലയിലാണ് അദ്ദേഹം ഇരുന്ന് ഓരോ കീർത്തനങ്ങൾ രചിക്കാറുള്ളത്. അത് ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും. കുതിരമാളികയുടെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ 122 കുതിരകൾ കൊട്ടാരത്തിൻ്റെ താങ്ങുകാലുകളിൽ 122 മരക്കുതിരകളുടെ ശില്പങ്ങളാണ് ഈ കൊട്ടാരത്തിന് ഈ പേര് നൽകിയത്. കേരളത്തിൻ്റെ തനത് ശൈലിയിലാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. തടിയിലും മരത്തിലും നിർമ്മിച്ച അലങ്കാരങ്ങൾ കൊട്ടാരത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഇത് രാജമുദ്ര, ശംഖുമുദ്ര, രാജാവിൻ്റെ ഒരു മുദ്രയാണ് ഈ ശംഖുമുദ്ര. അവരുടെ കാറുകളെല്ലാം കാണാൻ സാധിക്കും. ചെന്ന് കയറുന്ന വാതിലിൻ്റെ അവിടെ തന്നെ ആനക്കൊമ്പിൽ തീർത്ത ഒരു ശില്പം, ആനക്കൊമ്പിൽ തീർത്തതല്ല, ആനക്കൊമ്പിൽ വെച്ചൊരു ശില്പം. കവടിയാർ പാലസിൻ്റെ ഒരു ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിലുമാണ് കാണുന്നത്. കവടിയാർ പാലസ് നിർമ്മിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ, അതായത് തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ രാജാവായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ഈ കാണുന്നതാണ് സ്വാതി തിരുനാൾ, ഈ കൊട്ടാരം നിർമ്മിച്ച മഹാൻ സ്വാതി തിരുനാൾ മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ കാലം വളരെ സുവർണ കാലഘട്ടമായിരുന്നു. ആകപ്പാടെ അദ്ദേഹം ഭരിച്ചത് വെറും 17 കൊല്ലങ്ങൾ മാത്രം. 33-ാമത്തെ വയസ്സിൽ അന്തരിച്ച അദ്ദേഹം. ഈ കാണുന്നത് പത്മനാഭപുരം പാലസ്. ആദ്യകാലങ്ങളിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം പാലസ്. ഇന്ന് തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാരുടെ ഒരു ഓർഡറാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മുതൽ കാർത്തിക തിരുനാൾ രാമവർമ്മ, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, ആയില്യം തിരുനാൾ ഗൗരിലക്ഷ്മിബായി, ഇവരുടെ എല്ലാം കാലഘട്ടങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്വാതി തിരുനാൾ അദ്ദേഹത്തിൻ്റെ അനുജനാണ്. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അനുജനാണ് സ്വാതി തിരുനാളിൻ്റെ അനുജൻ. അതിനുശേഷം വന്നതാണ് ആയില്യം തിരുനാൾ. വിശാഖം തിരുനാൾ, മൂലം തിരുനാൾ, പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായി. ഏറ്റവും അവസാനമായിട്ട് വന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. രാജഭരണം അവസാനിക്കുന്ന സമയത്ത് ഇദ്ദേഹമായിരുന്നു രാജാവ്. ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം ഇദ്ദേഹത്തെ ഇന്നത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നതിന് മുമ്പേ തന്നെ പഴയ എയർപോർട്ടിൻ്റെ അകത്തുകൂടി ആറാട്ട് നടന്നു പോകുന്ന സമയത്ത് ഞാൻ എത്രയോ തവണ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടിരിക്കുന്നു എൻ്റെ കുഞ്ഞുനാളിൽ. ഇതൊരു ബെൽജിയം കണ്ണാടിയാണ്. ഇതുപോലത്തെ നിരവധി കണ്ണാടികൾ ഈ കൊട്ടാരത്തിനകത്തുണ്ട്. ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് മുഴുവനായും തേക്കും തടി കൊണ്ടാണ്. എല്ലാം കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകളാണ്. ഇത് താഴത്തെ നിലയിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ തേക്കും തടിയിൽ നിർമ്മിച്ചതാണ്.
ഒരു പഴയകാല ലൈറ്റാണ്. 100 കൊല്ലത്തിന് മേൽ പഴക്കമുള്ള, ഏകദേശം 170 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ലൈറ്റ്. ഇവിടെ എല്ലാം ധാരാളം കഥകളി രൂപങ്ങളും എല്ലാം വച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്വാതി തിരുനാളിൻ്റെ കാലത്തുണ്ടായിരുന്നതാണെന്ന് ഓർക്കുക. ഇതൊരു പല്ലക്കാണ്. അതിൻ്റെ കാലത്ത് അദ്ദേഹം സഞ്ചരിക്കുന്ന ഒരു പല്ലക്കാണ് ഈ കാണുന്നത്. മുഴുവനായും സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് എല്ലാവരും, ഇന്ത്യക്കകത്തുള്ളവരും പുറത്തുള്ളവരും ആർക്കായിരുന്നാലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ധാരാളം ശില്പങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ഏണിപ്പടി വഴി കയറി ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് താഴോട്ടും കൂടെ ഇറങ്ങാനുള്ള, അപ്പുറത്തെ സൈഡ് ഇറങ്ങാനുള്ള ഒരു ഏണിപ്പടിയുമുണ്ട്. കണ്ടില്ലേ? തിരിച്ച് മുകളിലേക്ക് ഞാൻ നടന്നു പോകുന്നു. കയറി ചെല്ലുന്നത് 2ാമത്തെ നിലയാണ്. ഇവിടെയാണ് അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിച്ചിരുന്ന സ്ഥലം. ഈ 2ാമത്തെ നിലയാണ്. ഇതിനകത്ത് പ്രശസ്ത കവികളും സാഹിത്യകാരന്മാരും എല്ലാവരും ഇവിടെ വരുമായിരുന്നു. ഇദ്ദേഹം എല്ലാവരെയും ഇവിടെ കൊണ്ടുവരുമായിരുന്നു. പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും കൊണ്ടുവരുമായിരുന്നു. അതിൽ ഒരു തഞ്ചാവൂരമ്മ, അവരുടെ 2 പെൺമക്കൾ, അവരും ഈ തിരുവിതാംകൂറിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ നൃത്തമാടിയിട്ടുണ്ട്. തഞ്ചാവൂരമ്മയും 2 പെൺമക്കളും. അതിൽ ഇളയ തഞ്ചാവൂരമ്മയുടെ ഇളയ മകളെ അദ്ദേഹം പുടവ നൽകി സ്വീകരിച്ചെന്നാണ് പറയപ്പെടുന്നത്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അതൊരു വലിയൊരു കഥയാണ്, ചരിത്ര കഥയാണ്. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥ തന്നെയാണ്. അത് ഞാൻ ഇതിൻ്റെ 2 എപ്പിസോഡായിട്ടാണ് ഇതെടുക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ഇതിന് വിശദമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഇത് കാണുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ കാലത്ത് ഓരോരുത്തർ ഇദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ സമ്മാനം കൊണ്ടുവന്ന് കൊടുക്കുന്ന വസ്തുക്കളാണ്. എല്ലാം ഒരു നിധി പോലെ സൂക്ഷിച്ച് ഇന്നൊരു രാജകുടുംബത്തിന് ഒരു സാമ്പത്തിക വരുമാനമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് ഈ കൊട്ടാരം. അദ്ദേഹം എങ്ങനെ മരിച്ചതെന്ന് ചോദിച്ചാൽ കൊട്ടാരത്തിലുള്ള എല്ലാ ജീവനക്കാരും, സകല ആൾക്കാരും പറയുന്നത് അദ്ദേഹമാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. അത് വാസ്തുദോഷമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചെന്നാണ് ഇവരെല്ലാം പറയപ്പെടുന്നത്. വാസ്തുദോഷമുള്ള ഒരു കൊട്ടാരത്തിൽ ഇന്ന് മലവെള്ളപ്പാച്ചിൽ പോലെയാണ് പണം വന്നുകൊണ്ടിരിക്കുന്നത്. അതവരാരും പറയുന്നില്ല. പക്ഷേ എല്ലാവരെയും പറഞ്ഞ് പഠിപ്പിച്ച് വച്ചിരിക്കുകയാണ് വാസ്തുദോഷമാണെന്ന് പറഞ്ഞിട്ട്. അതിലേക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക്, എങ്ങനെയാണ് മരിച്ചതെന്നുള്ളതും ആ ഡീറ്റെയിലേക്ക് നമുക്ക് അടുത്തതിൽ വരാം എപ്പിസോഡിൽ. ഇതിപ്പോൾ ഇതിനകത്ത് കൂടി കറഞ്ഞ് ഈ കാണുന്ന ഒരു കട്ടിലിൽ അദ്ദേഹം ഇരിക്കുകയും ചുറ്റും സാഹിത്യകാരന്മാരും കവികളും എല്ലാം ഇരിക്കുകയും ഇവിടെ സംഗീതം നടക്കുന്ന ഒരു സദസ്സാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത്. അദ്ദേഹം ഇവിടെ ഇരുന്നാണ് ഓരോ രചനകളിലും ഒഴുകിയിട്ടുള്ളത്. ധാരാളം കീർത്തനങ്ങൾ, ഏകദേശം 400 അതോ 500 വഴി കാണുന്ന അവിടെ രാജാവിരിക്കും, ചുറ്റും ആൾക്കാരിരിക്കും. ഇതിങ്ങനെ 2-3 സ്ഥലത്ത് ഈ ഒരു സെറ്റപ്പുണ്ട്. സംഗീത സദസ്സാണ്. ഇവിടെ എവിടെ വേണമെങ്കിലും വന്ന് സംഗീതം ആസ്വദിക്കും. ആ കാലത്ത് എത്ര വലിയ പ്രഗത്ഭരായാലും ലോകത്ത് ഉള്ള പ്രഗത്ഭരായ സംഗീതജ്ഞരെല്ലാം ഇവിടെ വരുത്തുമായിരുന്നു. ഇന്ന് കുതിരമാളിക ഒരു മ്യൂസിയമായും പ്രവർത്തിക്കുന്ന മാർബിൾ ശില്പങ്ങൾ,
കഥകളി രൂപങ്ങൾ, ബെൽജിയം കണ്ണാടികൾ, നവോത്ഥാന ശൈലിയിലുള്ള ചിത്രങ്ങൾ എന്നിവയുടെ അമൂല്യ ശേഖരം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഇതൊരു ഇടനാഴിയാണ്. ഉണ്ടില്ലേ, നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിലെ പോലെ ഒരു കിളിവാതിൽ. ഇതിനകത്താണ് അക്കാലത്തെ സ്ത്രീജനങ്ങൾ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്. പുറത്തുള്ള ആർക്കും അകത്ത് കാണാൻ കഴിയുകയുമില്ല. അകത്തുള്ളവർക്ക് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. ഇത് നിർമ്മിച്ച് കൃത്യം 1 കൊല്ലം മാത്രമേ ഇദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലം സംഗീതത്തിനും സാഹിത്യത്തിനും കർണാടക സംഗീതത്തിനും ഹിന്ദുസ്ഥാനിക്കും എല്ലാത്തിനുമുള്ളൊരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. അദ്ദേഹം രചിച്ച കൃതികൾ സംഗീതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ കൃതികൾ പഠിക്കാതെ പോവില്ല. ഒരു കീർത്തനമെങ്കിലും പാടാതെ ഒരു സംഗീതജ്ഞരും ഉണ്ടാവില്ല. യേശുദാസ്, ചിത്ര ഇവരൊക്കെ എത്രയോ സംഗീത കീർത്തനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. കൃപയ പാലയ ശൗരേ എന്നുള്ള പ്രശസ്തമായ ഗാനം ധാരാളം നമ്മൾ കേട്ടിട്ടുള്ള ഏകദേശം 90% കീർത്തനങ്ങളും നിങ്ങൾ കേട്ടിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും ഇതാരാണ് രചിച്ചതെന്ന് നിങ്ങൾ നോക്കണം. ഇത് സ്വാതി തിരുനാൾ രചിച്ച കീർത്തനങ്ങളാണ് അത്രയും. അദ്ദേഹം ഉപയോഗിച്ച പൂജിച്ചിരുന്ന ആനക്കൊമ്പൽ തീർത്ത വിഗ്രഹങ്ങളാണ് ഈ കാണുന്നത്. ഇത് മുഴുവൻ അദ്ദേഹം പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് പൂജാമുറിയിൽ വെച്ച്. ഇന്ന് അതൊരു കാഴ്ച വസ്തുവായി ഇവിടെ ഇരിക്കുകയാണ്. വെറും 33 കൊല്ലം മാത്രം ജീവിച്ചിരുന്ന അദ്ദേഹം ഒരു 300 കൊല്ലത്തുള്ള ഭരിച്ചിരുന്ന അത്രയും കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടാണ് അദ്ദേഹം പോയത്. വെറും 33 കൊല്ലം ജീവിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഭരിച്ചത് വെറും 17 കൊല്ലം മാത്രമാണ്. കാരണം ജനിച്ച് 7ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു. ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിച്ച ശേഷമാണ് അമ്മ മരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ജ്യേഷ്ഠ സഹോദരി കൂടെ ഉണ്ട്. അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ലഭ്യമല്ല. ഇത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ്, സംഗീത ഉപകരണങ്ങളാണ്. ഇതെല്ലാം ഒരു ചില്ലുകൂട്ടിനകത്തിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്പർശനമേറ്റ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ സംഗീത ഉപകരണങ്ങൾ ഉണ്ടില്ലേ, ഇതാണ്. നിങ്ങൾ ഓരോരുത്തരും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പ്രഗത്ഭനായ സ്വാതി തിരുനാൾ കേരളം കണ്ടതിൽ വച്ച്, അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വച്ച്, ലോകം കണ്ടതിൽ വച്ച് ഇതുപോലൊരു ഭരണാധികാരി ഉണ്ടാവില്ല. സംഗീതത്തിനും സാംസ്കാരികത്തിനും എല്ലാത്തിനും ഇദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം അദ്ദേഹത്തിൻ്റെ കാലത്ത് സ്വാതി തിരുനാളിൻ്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ സംഗീതോത്സവങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. നിരവധി ചലച്ചിത്രങ്ങളുടെ ചിത്രീകരണം കുതിരമാളികയിൽ നടന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രവും മികച്ച ഉദാഹരണം കാണാൻ, അപൂർവമായ കലാസൃഷ്ടികൾ കാണാൻ, മനസ്സിന് ഒരു ഉന്മേഷം നൽകുന്ന ശാന്തമായ അന്തരീക്ഷം അനുഭവിക്കാൻ, സന്ദർശിക്കാൻ ഉത്തമ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് കുതിരമാളിക സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഇത് അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള
നിരവധി ആയുധങ്ങൾ, വാളുകൾ, പരിചകൾ, അങ്ങനെ ധാരാളം സാധനങ്ങളാണ് ഈ കാണുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ വച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു പാർട്ടിലൂടെ അവസാനിപ്പിക്കാം.